ഹലോ, ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ ദുബായ് ആസ് എ ഫ്രഷർ. ഇത് നമ്മളെല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ളൊരു സംഭവമാണ്. ഡൗട്ടുള്ളതെന്ന് മാത്രമല്ല, നമ്മൾ കുറേ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ടും പറ്റും. ഇത് എൻ്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്. ഞാൻ BBLLB ഗ്രാജുവേറ്റ് ആണ്. സോ അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ച് അതായത് അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും നമുക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ദുബായിൽ ഞാനൊരു 10 മന്ത്സിൻ്റെ അടുത്ത് UAE ലീഗൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ ജൂനിയേഴ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലാസ്മേറ്റ്സും ഒക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരേപോലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് മെസ്സേജ് വരുന്നതെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത് വിടും. ചിലരാണെങ്കിൽ ഞാൻ ചില സമയത്ത് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോബിൻ്റെ പരമായിട്ട് എന്തെങ്കിലും തിരക്കിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ കുഞ്ഞു റിപ്ലൈസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തങ്ങ് അങ്ങനെയാണ് ചെയ്യൽ കൂടുതലും പതിവ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ബേസിക്കലി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വീഡിയോനകത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇലാബറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം കാര്യങ്ങൾ എന്തായാലും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബേസിക് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ CV, അതായത് റെസ്യൂമ് തന്നെയാണ്. ആസ് എ ഫ്രഷർ എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ്, അതായത് ലീഗൽ ഫീൽഡിലോട്ടാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇത് എഫക്റ്റീവ് ആണോ ബെറ്റർ, അതായത് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും എന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി ഈ വീഡിയോ കണ്ടുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇരിക്കാനും പറ്റില്ല. അവരുടെ അതായത് ഓരോ ഫീൽഡിൻ്റെ ഭാഗമായിട്ട് അതനുസരിച്ചിട്ട് വേരിയേഷൻസ് വരുമല്ലോ, സോ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കടക്കാം. CVൻ്റെ ബേസിക് തിങ് എന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആണ്. ഇപ്പോൾ ഒരുപാടായിട്ട് കേട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫ്രഷേഴ്സാണ്, ജോബ് അന്വേഷിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് പരിചിതമായിട്ടുള്ളൊരു വേർഡാണ് മുമ്പത്തേക്കളും. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് CV ചെയ്തു തരുന്ന ഒരുപാട് ഏജൻസീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നല്ലൊരു ടീമിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു CV ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം, ഓക്കെയാണ്. അപ്പോൾ CVക്കകത്ത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ചില CVs ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഓഫീസിലോട്ട് ഒരു വേക്കൻസിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഒരു ജോബിൻ്റെ വേക്കൻസി കൊടുത്തു. അപ്പോൾ ഒരുപാട് CV എനിക്ക് റിസീവ് ആയിട്ടുണ്ടായിരുന്നു. നൗക്കരി ത്രൂ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആഡ്. അപ്പോൾ ഒരുപാട് CV റിസീവ് ആയപ്പോഴും ഞാൻ ബേസിക്കലി കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രഷേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷേഴ്സിന് ഒരുപാട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകളുടെ CV ഒരു 6 to 8 പേജസ്, 4 to 6 പേജ് നമുക്ക് ഈ CV വായിച്ചിരിക്കുക. അതായത് വലിയ കമ്പനീസ് ആണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഓക്കെ നമുക്ക് എന്തായിരിക്കും ഡിജിറ്റലൈസ് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും അവർക്കധികം ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. പക്ഷേ ചെറിയ കമ്പനീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് നാട്ടിൽ അത്യാവശ്യം 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 4 ഇയേഴ്സിന് എബോവ് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറയണ്ടേ, അല്ലെങ്കിൽ UAEയിലുള്ള എംപ്ലോയർ എൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയും? ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കുറേ പേര് അവരുടെ എല്ലാ എക്സ്പീരിയൻസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു 4 to 5 പേജസ് എങ്കിലും ആക്കിയിട്ടുള്ളൊരു വലിയൊരു CV. ഈ സംഭവം ചെറിയ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരുള്ള എംപ്ലോയീസ് ആയിരിക്കും ഈ പറയുന്ന CV ത്രൂ ഒക്കെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം. അവരുടെ ആ ടൈമിലുള്ള മെൻ്റൽ പ്രഷർ കൊണ്ട് അവർക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലോട്ട്, അതായത് നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല, അതായത് നിങ്ങൾക്ക് UAEയിൽ നമ്മൾ ജോബ് നോക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. മേ ബി ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ 3rd പേജിലോ 4th പേജിലോ ആയിരിക്കും. മേ ബി ഫസ്റ്റ് പേജിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാം പറഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പേജിൽ ഇൻക്ലൂഡ് ചെയ്തു. 2nd പേജ് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഭയങ്കര തിരക്കിലിരിക്കുകയാണ്, നമുക്ക് കുറേ സംഭവങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനിടയിൽ ഇതും നമ്മുടെ ഒരു വർക്കാണ്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതായത് ഈ എംപ്ലോയീസ് ചിലപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ 2nd പേജ് നോക്കി ഓക്കെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള CV എന്ന് പറയുന്നത് നമ്മുടെ 2 പേജസ് ആണ്. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു അറിവ് വെച്ച് പറയാണ്, 2 പേജിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളൊരു കമ്പനീൻ്റെ പേര് കൊടുത്തു, അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു, ഒരു എസ്സേ ടൈപ്പ് ആയിരിക്കും. ഇതൊന്നും വായിച്ച്, അതായത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കമ്പനീസ് ആകുമ്പോൾ ഇതൊന്നും വായിക്കാനും ഇതിനൊന്നും നമ്മൾ
തയ്യാറാവില്ല. കാരണം നമുക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്, അതിനിടയിലായിരിക്കും ഈ കാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതായത് അവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണം. നമ്മളിപ്പോൾ ഒരു വലിയ എസ്സേ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആക്കി വയ്ക്കുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഈ വായിക്കുന്നവർക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 ടേബിളായിട്ടുള്ള സിറ്റുവേഷൻസ്, ചില സിറ്റുവേഷനിൽ അത് ഓക്കെ ആയിരിക്കും. ചില സാഹചര്യങ്ങൾ ഈ പറയുന്ന 2 എണ്ണം ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എസ്സേ അതിൻ്റെ ആവശ്യമില്ല. ഒരു സൈഡിൽ നമുക്ക് ടേബിളാക്കി കൊടുക്കാം, അത് വലിയ പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, പിന്നെ അതുപോലെ ലാംഗ്വേജസ്, ഇങ്ങനെയുള്ള നമ്മുടെ വിസ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു സൈഡ് വെറുതെ വിടുന്നുണ്ടെങ്കിൽ, അതായത് അവിടെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കാണുമ്പോൾ നമുക്ക് ഈ CV കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിക്ക് പകരം നമുക്ക് ഈ പറയുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോവും ചില സമയത്ത് നോക്കുന്നത്. അപ്പോൾ ഇതാണ് CV-നെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള. പിന്നെ UAE-യിലുള്ള ഒരാളാണ്, UAE-യിലാണ് നിങ്ങളിപ്പോൾ ദുബായിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജോബ് നോക്കുമ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മുടെ ഫോട്ടോ, അതായത് ഒരു CV, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്, ഇതെൻ്റെ CV ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് അങ്ങനെ ഇൻവോൾവ് ആക്കിയിട്ടില്ല. അതായത് ഇതാണ് എൻ്റെ ബേസിക് CV എന്നില്ല, അതെൻ്റെ മുമ്പത്തെ ഒരു CV ആണ്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാമെന്ന് വെച്ചു. അതായത് ഫോട്ടോ ഉണ്ട്, പിന്നെ നമ്മുടെ പേരുണ്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ ID, പിന്നെ അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ ലിങ്ക്ഡിൻ ID കൊടുക്കാം, പിന്നെ നമ്മുടെ നാഷണാലിറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ വിസ സ്റ്റാറ്റസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റിൽ തന്നെ, അതായത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു പോർഷനിൽ തന്നെ, ഹെഡിങ്ങിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെവിടെയുണ്ട്, നമ്മൾ എവിടത്തെ ആളാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിസ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ കോൺടാക്ട് നമ്പർ എന്താണ്, നമ്മുടെ മെയിൽ ID എന്താണ്, അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടി. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത്. അങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു സമ്മറി പോലെ എന്തെങ്കിലും കൊടുക്കാം, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഫ്രഷറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കാം, ഡോണ്ട് വറി. നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും ആസ് എ ലോ സ്റ്റുഡൻറ്റ് നമ്മളെല്ലാവരും ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സാധനങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കണം. പിന്നെ ഒരു BBA LLB, ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BBA റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. സോ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ സംഭവം ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു CV പ്രിപ്പയർ ചെയ്തത്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ബേസിക്കലി വേറൊരു കാര്യം പിന്നെ അതിന് താഴെ നമുക്ക് ലാംഗ്വേജസ് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കേഷൻസ് എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ലൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, 3 to 4 years എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റേൺഷിപ്പിനെ ബേസ് ചെയ്ത് ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹെഡിങ്ങോ അല്ലെങ്കിൽ ആ ഒരു എവിടെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്താൽ മതി. നിങ്ങളല്ലാതെ ഇൻറ്റേൺഷിപ്പിനെ വീണ്ടും ഇലാബറേറ്റ് ചെയ്തു, ഓൾറെഡി എക്സ്പീരിയൻസിന് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതൊരു കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CV-യിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. അതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇന്ത്യക്കാരുടെ CV-യിലാണെങ്കിലും ഈജിപ്ഷ്യൻസിൻ്റെ CV-യിലാണെങ്കിലും കണ്ടുവന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്നല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റെപ്രസെൻറ്റേഷൻ പോലെയൊക്കെ തോന്നിക്കുന്ന പോലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ പേര് കൊടുത്തു, ABCDE എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ പേര് കൊടുത്തു, ദുബായ് UAE. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആ കമ്പനി എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ നേരെ, അതായത് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു, റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഒരു 2024 to 25 ഈ ഒരു ടൈം പീരീഡ് കൊടുത്തു. 24 അല്ലെങ്കിൽ 2024 മെയ് ടു 2025 ജൂലൈ, ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇത്ര ടൈമിനകത്ത് ഇത്ര ടൈം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയ കിട്ടും. പക്ഷേ ചിലർ ഇതൊന്നും കൊടുക്കില്ല. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവർ വിട്ടുപോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി ഒരു CV ഒക്കെ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവർ ഈ പറയുന്ന ABCDE കമ്പനി കൊടുത്തു, ഡോട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ
നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക. നമുക്ക് പരിചയമില്ലാത്തൊരു സിറ്റി, നമുക്കിപ്പോൾ എവിടേക്കാണ് സ്ഥലങ്ങൾ, ഒരു എല്ലാ പോയിന്റുള്ള സ്ഥലങ്ങൾ നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ABCDE അൽദൈറ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഓക്കെ, അൽഗർഹൂദ് കൊടുത്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അൽഗർഹൂദ് അല്ല, വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുത്തു, അൽ റഷീദിയ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അവർ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ടൈം പീരീഡ്, അതായത് എത്ര നാളാണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത്? നമുക്ക് ആ കാര്യം, അതായത് അവർ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇവർ നോക്കുന്നത്. നമുക്ക് ഇടയിലൊരു ടൈം പീരീഡ് നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഒരു 1 ഇയർ വന്നിട്ടുണ്ട്, 6 മന്ത്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവരത് കൺസിഡർ ചെയ്യില്ല. അവർ ആ ടോട്ടൽ ഓക്കെ ഇത്ര ടൈം തൊട്ട് ഇത്ര വരെ വർക്ക് ചെയ്യുക, 24 to 25 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 25 തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ 25 ഡിസംബറിലായിരിക്കും അടുത്ത കമ്പനി കയറിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ആ ടൈം ഗ്യാപ്പ് നോക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് ഇൻവോൾവ് ചെയ്യിക്കണം. അത് കറക്റ്റായിട്ട് പറയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ CV-കളിൽ അത് കണ്ടിട്ടുണ്ട് നമുക്ക് തന്നെ. പിന്നെ എന്താണെന്ന് ഞാൻ കുറേയൊക്കെ സ്ഥലങ്ങൾ ഇങ്ങനെ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇത് എവിടെയുള്ള സ്ഥലമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് അവിടെ അതായത് UAE-യിലുള്ള സ്ഥലമല്ല. പിന്നെ നമുക്കതൊരു UAE എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കൊടുത്തു, ഒരു ഫാൾസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇൻഫോർമേഷൻ കൊടുത്തു എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.